വെൽക്കം ടു ഹംലൂസ് കിച്ചൺ. പേട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഞാൻ പാൽപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഈ പേട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പേട ഉണ്ടാക്കുന്നതിന് വേണ്ടി 1 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഏത് പാൽപ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം. 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക്മെയ്ഡ് വേണം. 3 ടീസ്പൂൺ നെയ്യ് വേണം. ഒരു 3-4 ടേബിൾ സ്പൂൺ ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ആൽമണ്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിസ്ത ബദാം ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ കുങ്കുമപ്പൂ എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. പിന്നെ ഏലക്കാപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ. ഈ കണ്ടൻസ്ഡ് മിൽക്കിന് പകരം ഒരു 1/4 കപ്പ് പാലും ഒരു 1/2 കപ്പ് പൗഡർഡ് ഷുഗറോട് ചേർത്ത് കൊടുത്താലും മതി, മധുരത്തിനനുസരിച്ചിട്ട്. ഈ പാലിലേക്ക് ഒരു നുള്ള് കുങ്കുമപ്പൂ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. ചൂടായ പാനിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും. ഇനി ഇതിലേക്ക് ഈ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഇത് കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുങ്കുമപ്പൂവും പാലും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാൻ. ഇതൊന്ന് തിക്കായി വരുന്നത് വരെ നല്ലപോലെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡിലൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ, അടിയിൽ പിടിക്കാതിരിക്കാനും സഹായിക്കും. കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ പാനിൽ നിന്ന് വിട്ടു പോരുന്ന ഒരു സ്റ്റേജ് വരെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇത് പാനിൽ നിന്നൊക്കെ വിട്ടു പോരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. പാനിൻ്റെ സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. ഒരുപാടിട്ട് ഇനി ഇത് ഹാർഡായി പോയി കഴിഞ്ഞാൽ പേട ഭയങ്കര കട്ടിയായിരിക്കും കഴിക്കുമ്പോൾ. ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അത്യാവശ്യം ചൂടുള്ളപ്പോൾ തന്നെ ഈ പേട തയ്യാറാക്കി കൈകൊണ്ട് ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കണം. അല്ലെങ്കിൽ ചൂട് നന്നായിട്ട് പോയിട്ട് പേട തയ്യാറാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡൊക്കെ ഒരു സൈഡിലെല്ലാം വര വീണ് ക്രാക്ക് വീഴും. അതുകൊണ്ട് ചൂടോടെ തന്നെ ഇത് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് റോൾ ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വിരൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യാം. പിസ്തയോ അല്ലെങ്കിൽ ബദാമോ ഏതാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാം. കുങ്കുമപ്പൂവിൻ്റെ ഒരു പീസും വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു പേട റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള പേടയെല്ലാം തയ്യാറാക്കിയെടുക്കാം. ഇത് പേട റെഡിയാക്കുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. അതേപോലെ ഇത് ചൂടോടെ തന്നെ പേട തയ്യാറാക്കിയെടുക്കണം. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് വീട്ടിൽ തന്നെ പേട ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഈ അളവിൽ ഒരു 30 പേട തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാൻ ചെറിയ പേടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.
പേട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.